ഈ വീഡിയോയിൽ ഞാനൊരു ക്യൂട്ട് ഡൈനോസറിൻ്റെ ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാവേ. എനിക്ക് 2 ഡൈനോസറിൻ്റെ ടോപ്പേഴ്സ് ഉണ്ടാക്കണമായിരുന്നു. അപ്പോൾ അതിലൊന്നായത് ഇതുപോലെ തന്നെ സിമിലറാണ് മറ്റേ ഡിസൈനിങ് ചെയ്യേണ്ടത്. ഇത് ഇൻസ്റ്റഗ്രാമിലൊരു അന്ന എസ് എന്ന് പറഞ്ഞൊരു ഡിസൈനറുണ്ട്. കാണാൻ ഭയങ്കര ക്യൂട്ട്, അവരുടെ കേക്ക്സ് നല്ല ഭംഗിയാണ്. അപ്പം ആ ഒരു ഡിസൈനാണ് ക്ലയൻറ്റ് എനിക്ക് തന്നിരുന്നത്. അപ്പം ഞാൻ ഇതിലെടുത്തിരിക്കുന്നത് ഗംബേസ് ആണ്. ഓറഞ്ച് കളർ ഗംബേസ് എടുത്തിട്ട് ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് ഷേപ്പ് ചെയ്താൽ മതി. ഭയങ്കര എളുപ്പമാണ് ചെയ്യാൻ, വലിയ കഷ്ടപ്പാടൊന്നുമില്ല. ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി എന്നുള്ളേ. ഇതിൻ്റെ ഹെഡ് ബോഡിയും കൂടെ ഞാൻ എപ്പോഴും അറ്റാച്ച് ചെയ്യുന്നത് ഒരു തിക്ക് വയർ വെച്ചിട്ട്, അല്ലെങ്കിൽ ഇതൊക്കെ ഒത്തിരി ട്രാവൽ ചെയ്യേണ്ട കേക്ക്സ്, അപ്പം ഞാൻ റിസ്ക് എടുക്കത്തില്ല. അതിൽ നല്ലത് ഞാൻ ആ ഒരു വയർ ഇൻസേർട്ട് ചെയ്തിട്ട് ഞാൻ പിന്നെ അത് ക്ലയൻറ്റിനോട് പറഞ്ഞേക്കും. ഇനിയിപ്പം ഓരോ സെപ്പറേറ്റ് പാർട്സ് നമ്മൾ അറ്റാച്ച് ചെയ്യുമ്പോഴും എഡിബിൾ ഗ്ലൂ വെച്ചിട്ട് അറ്റാച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതവിടെ ഇരിക്കത്തില്ല. കുറച്ച് കഴിയുമ്പോഴത്തേ അതിങ്ങനെ പറഞ്ഞു പോരാൻ തുടങ്ങുമേ. ഇതുപോലെ ഓരോ പാർട്സും ഞാൻ എഡിബിൾ ഗ്ലൂ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചു. അത് കഴിഞ്ഞിട്ടൊരു നോസിലെടുത്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു പ്രത്യേക ഡിസൈൻസ് കിട്ടുന്നില്ല എന്നൊക്കെ ആകുമ്പോൾ പണി എളുപ്പമാണ്. ഇനി വിങ്സ് ചെയ്യാൻ പോകുന്നത്, അത് ഈ ബോഡിക്ക് ഉപയോഗിച്ചതിനേക്കാട്ടിലും ഒരു ടോൺ ലൈറ്ററായിട്ടുള്ള ഗംബേസ് എടുത്തേക്കുന്നത്. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ നമ്മൾ പേപ്പറിൽ കട്ട് ചെയ്യുമ്പോൾ നല്ല ഈക്വൽ സൈസിൽ കിട്ടും, അല്ലെങ്കിൽ ഷേപ്സ് ഒക്കെ കുറച്ച് മാറിപ്പോവേ. അത് കഴിഞ്ഞിട്ട് ആ ബോഡിയുടെ സെയിം കളറിലാണ് ആ ബാക്കിയുള്ള ഡിസൈൻ ഡീറ്റെയിലിങ്സ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിനകത്തോട്ടൊരു വയർ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം എഡിബിൾ ഗ്ലൂ വെച്ചിട്ട് വേണം ഒട്ടിച്ച് വെക്കാനേ. അത് കഴിഞ്ഞ് ചെറിയൊരു ഹാൻഡിൻ്റെ ഇത് കൊടുക്കണം വേണ്ടിയിട്ട് ചെറിയൊരു കുഞ്ഞൊരു ടിയർ ഡ്രോപ്പ് എടുത്ത് ഇതുപോലെ കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് അതും എഡിബിൾ ഗ്ലൂ വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനെ അങ്ങ് ഇൻസേർട്ട് ചെയ്ത് വെച്ചാൽ മതി. ഐസും ഞാൻ എപ്പോഴും എടുക്കുന്നത് നമ്മുടെ നോസിൽ വെച്ചിട്ടാണ്. അതാകുമ്പോൾ കറക്റ്റ് ഷേപ്പ് കിട്ടും. നമ്മൾ കൈ കൊണ്ടൊന്ന് ബോളാക്കി എടുത്താൽ ചിലപ്പോൾ ആ ഷേപ്പൊക്കെ ഒന്ന് മാറിപ്പോൾ. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ഞാൻ ആ നോസിൽ വെച്ചിട്ട് തന്നെ അങ്ങ് എടുത്തേക്കുവാണ്. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഡസ്റ്റ് ചെയ്യും. എപ്പോഴും നമ്മൾ ഒരു ടോപ്പർ എടുക്കുമ്പോൾ ഒരു ഇച്ചിരി ഡാർക്കർ ആൻഡ് ലൈറ്റർ ടോണിൽ അവത്തിലൊന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു നല്ല ഭംഗി വരും. കുറച്ചും കൂടി ഒരു ഡെപ്ത് കിട്ടും അതിൻ്റെ ആ ഒരു ഡിസൈന്. ഇപ്പോൾ കണ്ടില്ലേ, ഭയങ്കര നല്ല ഭംഗിയായില്ലേ.